ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മോള് വേക്കിയിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയാണ് ഇതൊക്കെ. കണ്ട നല്ല പൂ. തിരിച്ചു വരുമ്പോ മോളെ നമുക്ക് 2 ചെമ്പരത്തി പൂ പറിക്കാം. ഇങ്ങനെ ഇത് നമ്മൾ പോണ വഴിയാണ്. ചെമ്പരത്തി പൂ ഇഷ്ടം പോലെ കിടക്കണം. എണ്ണ വെച്ചാനേ കാണ്ട ഇവിടെ വഴികളില് റോഡിൽ കിടക്കണം. അവർക്ക് വേണ്ടാതെ നട്ട് കളഞ്ഞ്. റോഡിലുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. അമരിയില ഉണ്ട്, കൈതോന്നിയുണ്ട്. ഇതൊന്നും കാണിച്ചറിയാ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. കൊടുവഴന്നൂർ സ്കൂളാണ്. കൊടുവഴന്നൂർ GHSS. ഇതാണ് നമ്മളെ ഫേമസ് ആയ സൂപ്പർ മാർക്കറ്റ്. ഇവിടെയാണ് നമ്മളൊന്ന് സാധനങ്ങൾ വാങ്ങിക്കണത്. ഇവിടെയാണ് നമ്മളെ ചിക്കൻ. ഇവിടെയാണ് വന്ന് ചിക്കൻ വാങ്ങിക്കണത്. ഇത് വണ്ടി സ്പീഡിന് പോണോണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇത് പൂ പോണ വഴി. ഭയങ്കര വെയിലല്ലേ? വെയില്, നല്ല വെയില്. നമ്മള് മീൻകറിയൊക്കെ വെച്ച് വന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള മീനാണ് വാങ്ങിക്കുന്നത്. നമുക്ക് പാടില്ല. ഇന്നും കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. പ്രോ റൈഡർ അല്ല, പ്രോ ഡ്രൈവർ. കുഴപ്പമില്ല, അതൊക്കെ കാണിക്കും. ഇത് നമ്മൾ പോണ വഴിയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൺമാന്തിയാണ്. അതിനെന്തോ പറ്റിയില്ലേ? ഇത് ഈ കോട്ടയത്താണ്ടല്ലേ ഒരു കൊച്ചിങ്ങനെ സ്കൂട്ടിയിൽ പോയപ്പോ അതിനെ കോരി എടുത്തോണ്ട് പോയി. ശരിക്കും അത് ബാക്കിലോട്ട് എടുത്ത് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് എന്തറിയത് ബാക്കിലോട്ട് എടുത്ത് ആ കൊച്ചിനെ കോരി എടുത്ത് അങ്ങ് അടിച്ചു. അയ്യോ, അത് പോയി തീർന്നു. ഇവരൊക്കെ എവിടെ നോക്കിയാ എന്തോല്ലേ വണ്ടി ഓടിക്കുന്നത്? അവര് വർക്കല ബീച്ച് പോണത്. അയ്യോ, അവരല്ല. ഞാൻ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞില്ലേ അവര്. അമ്പലം തോ പാറയുടെ പുറത്തിരിക്കുന്നുണ്ടായിരിക്കും. അതാണ് ആ അമ്പലം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം ഇവിടെ പള്ളിമുക്ക് എന്നാണ് പറയുന്നത്. അവിടെ താഴെ പള്ളി എന്തല്ലോ പള്ളിമുക്ക്. അഞ്ചൂര് കഴിഞ്ഞു. നല്ല ഇതുണ്ട്. ഓ, അഗസ്ത്യ മുരിങ്ങര കാച്ചു മറിഞ്ഞ് കിടക്കുന്നു. അന്ന് ആളിയൊക്കെ അറിഞ്ഞൂടെ. അത് പണ്ട് ചുണ്ടൊക്കെ ഡ്രൈ ആവുമ്പോ അത് എണ്ണ കാച്ചി തൊട്ടിടുമായിരുന്നു. അപ്പോഴ് നല്ലതാണ്. 2 ദിവസം ഇടുമ്പോഴേ അങ്ങ് പോകും. ഇപ്പൊ ആർക്കും വേണ്ട. ഈ കടലാസ് ചെടി ഉണ്ടാക്കി നമ്മളൊക്കെ കടലാസ് പൂ എന്നാണ് പറഞ്ഞത്. കടലാസ് ചെടി. നമ്മൾ ആക്രി കട എത്താറായി. കണ്ട ഈ മുസണ്ട ഉണ്ടാടി. മുസണ്ട പൂ. ഇപ്പുറത്തവശത്തും പൂത്തിരിക്കും. കൊച്ചും ഉണ്ടായിരുന്നു. കൊച്ചും തള്ളേണാതിര്. ഇത് ഇവിടെ എത്താറായി. ആലങ്കോട്. ഇതിങ്ങനെ സ്പീഡിന് പോയാ പിന്നെ ഇതെന്തരാണ്? ആലങ്കോട്. പതുക്കെ വണ്ടി പല വഴിക്കൂടെ. ആലങ്കോട് ജംഗ്ഷൻ.
കൂടെ ഇല്ലേ. ഇന്ന് ഭയങ്കര തിരക്ക. ഇന്ന് ഡോക്ടർ കാണും എന്തോ കേട്ടാ. ആണ്ട ഇത് നോക്കിയാണ് ഡ്രസ്. നമ്മള് ചിലപ്പോ അവിടെ ഡ്രസ് ഉണ്ടാ ക്രിസ്മസിന്റെ ചെരുപ്പ്. അല്ല വേറെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടേ ഗുളിക റിപ്പീറ്റ് ചെയ്യുമെങ്കിൽ പഴയ ഗുളിക. ഇതെങ്ങോട്ട് പോണം ബസ്? ആറ്റിങ്ങൽ, ആലങ്കോട്, നഗരൂർ, കിളിമാനൂര്. നല്ല പരിചയം അല്ലേ. ആലങ്കോട് തിരിഞ്ഞ് വലിയ ദൂരം ഇല്ല. ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങ അങ്ങ് പോണ്ട. ജംഗ്ഷൻ കന്യാകുമാരിയിലോട്ടോ. ഈ റോഡോ? ഇത് നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ. ഇത് 2:30 പടം ഉണ്ടാടാ. എല്ലായിടത്തും പടം ഉണ്ട്. മോഹൻലാലിന്റെ പടങ്ങൾ ഉണ്ട്. നമ്മളെ മാർക്കം ഉണ്ടല്ലോ. പിന്നെ വേറെ കുറെ പടങ്ങൾ വേറെ ഉണ്ട്. കുട്ടികളെ പടമാണ്. 3D കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത മൂവിയാണ്. ഡയറക്ടർ മോഹൻലാലിന്റെ അടുത്ത ഡയറക്ഷൻ. ഇനി പൂവമ്പാറ 6 എഴുത്താറായി. പാലം നല്ല വ്യൂ. പൂവമ്പാറ 6. പക്ഷെ ഈ 6 ഉണ്ടല്ലോ, ഈ പാലം ഒരുമാതിരി ഇരിക്കുകയാണ്. പണിയണമൊന്നുമില്ല. ഇവിടെ ഹോസ്പിറ്റലെത്തി. ആറ്റിങ്ങ അങ്ങ് പോണ്ട, ജംഗ്ഷൻ പോണ്ട. പൂവമ്പാറ 6 കഴിഞ്ഞ് TV ജംഗ്ഷൻ. ഹോസ്പിറ്റലെത്തി. എനിക്ക് എത്ര 10 വയസ്സ് 12 വയസ്സ് തൊട്ട് ഇവിടെ കാണിക്കുകയാണ്. നിനക്ക് അലർജിക്ക് കൊണ്ടുവന്നു, പിന്നെ നിനക്ക് തൈറോയിഡ് ആയി, പിന്നെ അത് കഴിഞ്ഞ് നിന്നെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തൈറോയിഡ് അലർജിയായി. ഇപ്പം 2 ഡോക്ടറെ കാണിക്കും. ഇന്ന് തൈറോയിഡിന്റെ ഡോക്ടർ ഉള്ള ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഭയങ്കര വെയിൽ. 6 കണ്ടിട്ട് ഈ ആളുകൾ എങ്ങനെ ഈ റോഡിൽ വെയിലത്ത് നടക്കണം എന്തോ. അത് തലയും മുടി പോലും ഇല്ല സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു തൊപ്പിയെങ്കിലും എടുത്ത് വെച്ചൂടെ. ഒരു പാട്ട് പാടും. ഒക്കെ ഭാര്യമാര് ജോലിക്ക് മമ്മി ഒരു പാട്ട് പാടാൻ ഒക്കെ പറയും. പാട്ട്? ഏത് പാട്ട്? ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ട്യൂൺ ഇട്ടുക. ആ ട്യൂൺ ഇടണ്ട, പറഞ്ഞ സാറേ സാറേ സാമ്പാർ. അന്ന് എന്റെ പാട്ട്. സാറേ സാറേ സാമ്പാറ്. അയ്യോ അതൊത്തിരി പാട്ട് എനിക്ക് വയ്യേ. അയ്യോ മുട്ട വാങ്ങിക്കണം. മുട്ട വാങ്ങിക്കണം. നമുക്ക് എവിടെയെങ്കിലും കയറി ഒരു ജ്യൂസ് കുടിച്ചാലാ? ലൈം ജ്യൂസ് വേണ്ടല്ലേ? വീടെത്തിയാ മതി. വെയിലാ. പഴങ്കഞ്ഞി ഉണ്ടോ? പഴങ്കഞ്ഞി. പക്ഷെ തണുപ്പില്ല. എവിടെ പൂവുണ്ട് ഫാത്തിമ? ചെമ്പരത്തി പൂവ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചെമ്പരത്തി പൂ കാച്ചാൻ എണ്ണ വേണ്ടേ? അത് വിട്ട് കളയാം. എവിടെയെങ്കിലും നിർത്തി നമുക്ക് വെള്ളം. പക്ഷെ